ഇക്കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തെ ആകെ നടുക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ഒന്ന് അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീജ, അദ്ദേഹത്തിൻ്റെ മക്കളായ അശ്വിൻ, അതുപോലെ ആകാശ്. ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ബാങ്കിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്. ഷീജ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. അശ്വിൻ എന്ന മകൻ 25 വയസ്സുകാരൻ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റും SFIയുടെ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അശ്വിൻ ആകാശ് എന്ന് പറയുന്ന രണ്ടാമത്തെ മകൻ 21കാരൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സന്തുഷ്ട കുടുംബം. ഈ അനിൽകുമാർ, മരിച്ച അനിൽകുമാർ ബാങ്ക് ജീവനക്കാരനാണ്, ഫാർമേഴ്സ് ബാങ്കിലെ സീനിയർ അക്കൗണ്ടൻ്റാണ്. അദ്ദേഹം CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അവിടുത്തെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങൾക്കും, സകുടുംബം പങ്കെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓടിച്ചാടി നടക്കുന്ന നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. പ്രത്യേകിച്ച് പുറമേ നിന്ന് നോക്കിയാൽ ഈ കുടുംബത്തിന് യാതൊരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ല. നാട്ടുകാരോട് വളരെ സ്നേഹത്തോടെ രമ്യതയിൽ കഴിയുന്ന ഒരു കുടുംബം. മക്കളെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ കുടുംബത്തിലെ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് നടത്തിയ പരിശോധനയ്ക്ക് അത് സൂയിസൈഡാണെന്ന് കണ്ടെത്തുന്നു. തൂങ്ങി മരണമാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരം തൂങ്ങി മരണമാണ്. ആത്മഹത്യാ കുറിപ്പ് ലഭിക്കുന്നു, ഡയറികൾ കണ്ടെത്തുന്നു. പിന്നീട് മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിന്, അനിൽകുമാറിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. ഇത് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഇങ്ങനെ ആ കേസ് പൂഴ്ത്തി വയ്ക്കപ്പെടേണ്ടതാണോ, മൺമറഞ്ഞ് പോകേണ്ടതാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലേ? ഈ മനുഷ്യന് 50 വയസ്സുള്ള വക്കം സ്വദേശിയായ മണനാക്ക് ഫാർമേഴ്സ് ബാങ്കിലെ സീനിയർ അക്കൗണ്ടൻ്റായ അനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ 46 വയസ്സുള്ള ഭാര്യ ഷീജ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് 25 വയസ്സ്, ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ്. ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് ഉത്തരവാദിത്വമുള്ള പദവിയാണ്. ലോക്കൽ കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള പദവിയാണ്. SFIയുടെ ഏരിയ കമ്മിറ്റി അംഗമെന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള പദവിയാണ്. അങ്ങനെ ഈ ഉത്തരവാദിത്വമുള്ള പദവിയിലിരിക്കുന്ന, പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട ഉത്തരവാദിത്വമുള്ള പദവിയിലിരിക്കുന്ന ഈ ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു കയർത്തുമ്പിൽ ജീവൻ അവസാനിപ്പിക്കുമോ? ഇത് സംശയാസ്പദമല്ലേ? ഇതിനകത്ത് ദുരൂഹതയില്ലേ? ഇവർക്ക് കടബാധ്യത ഉണ്ട്. പോട്ടെ, എത്ര രൂപയുടെ കടമുണ്ടാകും? ഇവരുടെ പാർട്ടി തലത്തിൽ തന്നെ ആരോടെങ്കിലും ഇത് ഡിസ്ക്ലോസ് ചെയ്യില്ലേ, പറയില്ലേ? അത് ഒന്നാമത്തെ സംശയം. ആരോടെങ്കിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കില്ലേ? ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യം, ഇവരുടെ വീട്ടിൽ നിന്ന് പോലീസ് ബന്ദോബസ്തിലെടുത്ത ഡയറിയിലെ വിശദാംശങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇവർ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഈ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ, ക്ഷേത്ര ഉപദേശക സമിതിയിൽപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, നാളെ നിങ്ങൾക്ക് സുപ്രധാനമായ ഒരു വാർത്ത ലഭിക്കും എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അത് ഒരുപക്ഷെ ഇവരുടെ ഈ മരണ വാർത്തയാണോ അതോ മറ്റെന്തെങ്കിലും വാർത്തയാണോ, ഇദ്ദേഹം വെളിപ്പെടുത്താനിരുന്ന മറ്റെന്തെങ്കിലും സംഭവമാണോ എന്ന കാര്യത്തിലും നാട്ടുകാർക്ക്, വക്കം സ്വദേശികൾക്ക് സംശയമുണ്ട്. അതുപോലെ ബാങ്കിൽ ഇദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിൽ പറയുന്നത് ഇദ്ദേഹം വേറെ മറ്റാർക്കോ വേണ്ടി ഇടനില നിന്ന് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് എന്നാണ്. കാരണം അനിൽകുമാറിൻ്റെ ഭാര്യയെ ഈ മരണ ദിവസത്തിൻ്റെ തലേ ദിവസം സഹകരണ വകുപ്പിൽ നിന്നും ഈ ബാങ്കിൽ ഓഡിറ്റിങ്ങിനെത്തിയ ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ ബാങ്കിലേക്ക് വിളിച്ചിരുന്നു. മൊഴിയെടുക്കാൻ ഭാര്യയെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തിനാകും മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്? ഒരു വലിയ വീടുണ്ട് ഇവർക്ക്. വേണമെങ്കിൽ ആ കടം ഇവരുടെ സ്വന്തം കടമാണെങ്കിൽ ആ വീട് വിറ്റാൽ തീരാവുന്ന കടമേ ഉള്ളൂ. എന്ന് അവരുടെ ഉറ്റ ബന്ധുക്കൾ തന്നെ പറയുന്നു. എന്തെങ്കിലും കടമുണ്ടെങ്കിൽ ആ വീട് വിറ്റാൽ തീരാവുന്ന കടങ്ങൾക്ക് അപ്പുറം വലിയ കടം ഉണ്ടാകാൻ സാധ്യതയില്ല. പെൺമക്കളെ കെട്ടിച്ചു വിട്ടതിൽ കടമുണ്ടാകാൻ വഴിയില്ല. കാരണം രണ്ടും ആൺമക്കളാണ്. ഇനി ഒരു മകന് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് അതിനകത്ത് ചികിത്സയ്ക്ക് ഒരുപാട് പൈസ അങ്ങനെയുള്ള കടമാണെങ്കിലും കോടികൾക്കപ്പുറമുള്ള കടമൊന്നും വേണ്ടി വന്നിരിക്കില്ല. അതും ആ വീട് വിറ്റാൽ തീരാവുന്ന കടമേ ഉള്ളൂ എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ബന്ധുക്കളുടെ സാക്ഷ്യപ്പെടുത്തലുകളുണ്ട്. അത് ഞങ്ങൾ ശ്രീജിത്ത് മാരാർ തയ്യാറാക്കിയ വാർത്തയിൽ നിന്ന് നിങ്ങൾ ആദ്യ റിപ്പോർട്ട്, ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോയാണത്. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ സംശയത്തിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഈ വാർത്ത വിശകലനം ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ പിന്നെ
പിന്നെയുള്ള സംശയം എന്ന് പറഞ്ഞാൽ 25 വയസ്സുള്ള മൂത്ത മകൻ, അദ്ദേഹം DYFIയുടെ മേഖലാ പ്രസിഡൻ്റാണ്, SFIയുടെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് കാര്യം ഇപ്പോൾ DYFI ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ഈ ആളുകൾക്ക് ഊണ് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലൊക്കെ ഉച്ചഭക്ഷണം എത്തിക്കുന്ന പരിപാടിയൊക്കെ അങ്ങനെ അത്രയും ചാരിറ്റിയൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും സുപ്രധാനപ്പെട്ട കീ പോസ്റ്റാണത്. അങ്ങനെയുള്ള പരിപാടി, പിന്നെ സമരങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനൊക്കെ മേഖലാ പ്രസിഡന്റ് ഏറ്റവും കീ പോസ്റ്റാണത്. അതൊക്കെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കയർക്കുരുക്കിൽ ജീവൻ ഒടുക്കുമോ? അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുജനെയും അമ്മയുമൊക്കെ കൊലപ്പെടുത്തിയ ശേഷം അനിൽകുമാർ തൂങ്ങി മരിച്ചതാകുമോ? വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം മരിച്ചതാകുമോ? ഇങ്ങനെയുള്ള കുറേയധികം സംശയങ്ങളും ദുരൂഹതകളും ബന്ധുക്കൾക്ക് ഉണ്ട്. പക്ഷേ പോലീസോ മറ്റാൾ അന്വേഷണം നടത്തിയ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകളോ ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നതുമില്ല. പുറത്തേക്ക് വിടാത്തത് ഇനി മറ്റ് ബന്ധുക്കളാരും പോയി ഇത് കുത്തിപ്പോക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി പാർട്ടി ഇടപെട്ട് തടഞ്ഞു വെക്കുന്നത് കൊണ്ടാണോ, ഇത് വേണ്ട പുറത്ത് കൊടുക്കണ്ട എന്നതുകൊണ്ടാണോ ഒന്നും അറിയില്ല. ഏതായാലും വക്കത്ത് അനിൽകുമാർ, ഷീജ, അശ്വിൻ, ആകാശ് എന്നിവരുടെ മരണം വളരെ ദുരൂഹമാണ്. ദുരൂഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ് അനിൽകുമാർ കടമെടുത്തത്? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? അറിയാൻ നമുക്ക് ഒരു കൗതുകമല്ല, ഒരു നമ്മുടെ ഒരു മലയാളികളുടെ നമ്മുടെയും ഒരു സഹോദരനായിരിക്കില്ലേ അത്. ആ ഒരു ഗൃഹനാഥൻ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അദ്ദേഹം ആർക്ക് വേണ്ടിയാകും കടമെടുത്തത്? നമുക്കറിയാം, വയനാട് MN വിജയൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ്, ട്രഷറർ, DCC ട്രഷററായിരുന്ന MN വിജയൻ, അദ്ദേഹം ഒരുപാട് തുക കടമെടുത്തു പാർട്ടിക്ക് വേണ്ടി. പാർട്ടിയുടെ MLA പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ, DCC പ്രസിഡന്റ് പറഞ്ഞു, അവർക്കൊക്കെ വേണ്ടി കടമെടുത്തു. MN വിജയൻ്റെ പേരിലാണ് കടമെടുക്കുന്നത്. അവസാനം സ്വന്തം വീട് വരെ ജപ്തി ചെയ്യുമെന്ന അവസ്ഥ, എല്ലാം പിറക്കി വിറ്റു. എന്നിട്ട് നേതാക്കൾ പൈസ കൊടുക്കുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു മകനും പോയി ഇതുപോലെ ജീവൻ ഒടുക്കേണ്ടി വന്നു. എന്നിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ, ഇടതുമുന്നണി സർക്കാരാണ് അവസാനം അവരെ സഹായിക്കാൻ രംഗത്തിറങ്ങുന്നത്. KPCC ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് MN വിജയൻ്റെ പേരിലും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസമാണ്. ആലോചിച്ച് നോക്കണം. MN വിജയൻ്റെ കാര്യം, വയനാട് DCC പ്രസിഡന്റ്, DCC ട്രഷററായിരുന്ന MN വിജയൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് നേതാവിൻ്റെ അത്രയും വലിയ പദവിയിലിരുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയാണ്. പാർട്ടിക്ക് വേണ്ടി കടമെടുത്ത് മുടിഞ്ഞു പോയ ഒരു നേതാവിൻ്റെ അവസ്ഥ, ഒരു അവസാനം മകനോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അവസ്ഥ, മരിച്ചു പോകേണ്ടി വന്ന അവസ്ഥ. അതുപോലെ ഈ അനിൽകുമാർ എന്ന ഗൃഹനാഥൻ, ഒരു സീനിയർ അക്കൗണ്ടൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരി, മകൻ DYFIയുടെ മേഖലാ പ്രസിഡന്റ്. ഞാൻ ഈ DYFI എന്നൊക്കെ പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി പറയുന്ന സംഘടനയാണ്. SFI എന്ന ആത്മാഭിമാനത്തോടു കൂടി പറയുന്ന സംഘടനയുടെ പേരാണ് SFI എന്ന് പറയുന്നത്. CPM എന്ന് പറഞ്ഞാൽ അതേ ആത്മാഭിമാനത്തോടെ പറയുന്ന സംഘടനയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഘടനകൾ, ബാലസംഘം, ഈ ബാലസംഘത്തിലൂടെ വളർന്നു വന്ന പിള്ളേരാണ് ആകാശും അശ്വിനും ഒക്കെ. അവർക്ക് ഇങ്ങനെ ഒരു ജീവഹാനി സംഭവിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് വലിയ പദവികളിലെത്തേണ്ട, എന്ത് ഉന്നതി, സമൂഹത്തിന് മാതൃകയാകേണ്ട ചെറുപ്പക്കാരാണ്. അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ അവിടുത്തെ ചെറുപ്പക്കാർക്ക് സങ്കടമാണ്. ഇതെന്ത് സംഭവിച്ചു, ഈ ചെറിയ സഖാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ അവർക്കും ആഗ്രഹമുണ്ട്. നേരറിയാൻ അവരും കാത്തിരിക്കുന്നുണ്ട്. ഇതെന്ത് സംഭവിച്ചു, ഈ ഡയറി കുറിപ്പിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അനിൽകുമാറിൻ്റെ ഡയറിയിൽ എന്തായിരുന്നു, അനിൽകുമാറിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എന്തായിരുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് പറയുന്നത്, അശ്വിനും ആകാശും എങ്ങനെയാണ് മരിച്ചത്, ശരിക്കും അവർ കയർക്കുരുക്കിൽപ്പെട്ടാണോ മരിച്ചത്, ഷീജ കയർക്കുരുക്കിൽ തന്നെയാണോ മരിച്ചത്, ഇതൊക്കെ കൊലപാതകമായിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ സത്യങ്ങളാണ് അനിൽകുമാർ പൊതുസമൂഹത്തിൽ നിന്നും ഉള്ളിലൊതുക്കിയത്, അല്ലെങ്കിൽ അനിൽകുമാർ ആ ഡയറിയിൽ കുറിച്ചു വച്ചിരുന്നത്, ഇതൊക്കെ അറിയാൻ എല്ലാ ആളുകളും കാത്തിരിപ്പുണ്ട്. ഏതായാലും വിസ്മയ ന്യൂസ് ഈ വാർത്തയ്ക്ക് പുറകെയുണ്ട്. ഈ ഗ്രൗണ്ട് റിയാലിറ്റി പുറത്തു കൊണ്ടുവരുന്നതുവരെ വിസ്മയ ന്യൂസ് വക്കത്ത് നിന്നും മണനാക്ക് നിന്നും വിട്ടുപോകുന്നില്ല. ഈ വാർത്തയ്ക്ക് പുറകെ ഞങ്ങളുടെ വാർത്താ സംഘം സഞ്ചരിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരും വരെ ആ ബന്ധുക്കൾക്കൊപ്പം, ഈ അശ്വിൻ്റെയും ആകാശിൻ്റെയും സുഹൃത്തുക്കൾക്കൊപ്പം ഞങ്ങളും പോരാട്ടത്തിന് ഉണ്ടാകും.